എൻ്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ നടക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കുക. അങ്ങനെയാകരുത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നത്. പരീക്ഷ ചെയ്യണം, വിസാ തടസ്സങ്ങൾ മാറണം, അല്ലെങ്കിൽ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ വരുന്നത്. അങ്ങനെ ചിന്ത എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ നമ്മൾ ദൈവത്തിൽ നകന്നുകൊണ്ടിരിക്കും. അതല്ലേ പരീക്ഷ കഴിയുമ്പോഴേക്കും മക്കളെയൊന്നും പിന്നെ കാണാത്ത പള്ളിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനം തരാമെന്ന് പറയുമ്പോൾ ആ സമ്മാനം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആരും നമുക്ക് കാണാറില്ല. കുറ്റപ്പെടുത്തുന്നല്ലൊന്ന് ആത്മശോധന ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ ആത്മശോധന ചെയ്യുക, നേടിയെടുക്കുക, എന്തെങ്കിലും കിട്ടുക. അത് കഴിയുമ്പോൾ ദൈവസന്നിധി നമുക്ക് സന്തോഷം കിട്ടാതെയാവും. അത് കിട്ടിയില്ലെങ്കിലോ പിന്നെയും നമ്മൾ ദൈവത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതല്ല ദൈവസന്നിധി എന്നത്. എനിക്കെല്ലാം എൻ്റെ തന്നെ ദൈവമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് വരാൻ തോന്നുക. ഏത് സമയത്തും എനിക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അത് കിട്ടുന്നത് വരെ ഉണ്ടാകുള്ളൂ. ഇന്ന് സുവിശേഷത്തിലെ ജനം അവർ ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയത് വേറെ ഒന്നിനുമല്ല, അവരൊരു അത്ഭുതം പ്രവർത്തിച്ചു. ഈ അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കുമല്ലോ, അവൻ്റെ പിന്നാലെ നടക്കാം. ഇതായിരുന്നു അവരുടെ ആഗ്രഹം. ഇത് തന്നെയാണോ നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം എന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വഴിക്ക് ഞാൻ നടന്നോളാം, ശല്യപ്പെടുത്തൂല്ലോ ദൈവമേ എന്ന് നമ്മൾ പറയുന്ന വ്യക്തികളാണ്. ചിന്തിക്കാം, ധ്യാനിക്കാം.